കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത് പുതിയ തെരു വളപട്ടണം മേഖലകളിലാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ഗതാഗത പരിഷ്കരണം വിജയം കണ്ടു എന്ന് തന്നെ പറയാം. അത് അവിശ്വസനീയമായ ഒരു വലിയ വിജയമാണ് അക്കാര്യത്തിൽ ഉണ്ടായത്. ഒരു സിംഗിൾ ഡിലേയും നമ്മുടെ ഈ റൂട്ടിൽ ഉണ്ടായില്ല. ദീർഘദൂര യാത്രക്കാർക്ക് കോഴിക്കോട് നിന്നും മംഗലാപുരം കാസർഗോഡൊക്കെ വരാൻ പോകുന്ന വാഹനങ്ങൾക്ക്, തിരിച്ചങ്ങോട്ട് പോകേണ്ട വാഹനങ്ങൾക്ക് എല്ലാം ഈ കഴിഞ്ഞ 5 ദിവസം, അതിൽ മൺഡേ ഉണ്ടായിരുന്നു, തിങ്കളാഴ്ചയാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വരുന്ന ഒരു ദിവസം, പിന്നെ സാറ്റർഡേ ഉണ്ടായിരുന്നു, ശനിയാഴ്ച ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ ദിവസങ്ങളിലൊന്നും ഒരു സിംഗിൾ ബ്ലോക്ക് പോലും ഉണ്ടായില്ല എന്നത് ഈ പരീക്ഷണം ഒരു വലിയ വിജയമായിട്ടാണ് ജില്ലാ ഭരണകൂടം ഇന്നലെ വിലയിരുത്തിയത്. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ആകെ യോഗം ചേർന്നു. ആ പരിഷ്കാരം തുടരാൻ ജനങ്ങളുടെ ഭാഗത്തു നിന്നൊരു വലിയ ആവശ്യമാണ് ഉയർന്നത്. പുതിയ ഗതാഗത പരിഷ്കരണവുമായി കണ്ണൂർ ഭാഗത്തു നിന്നും തളിപ്പറമ്പ് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ വളപട്ടണം പാലം കഴിഞ്ഞ് ഇടതുതിരിഞ്ഞ് പഴയങ്ങാടി റൂട്ടിലേക്ക് കയറി കോട്ടൺസ് റോഡ് വഴി ചുങ്കം, പാപ്പിനിശ്ശേരി വഴി തളിപ്പറമ്പ് ഭാഗത്തേക്കും, കണ്ണൂർ ഭാഗത്തു നിന്നും പഴയങ്ങാടിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ നിലവിലുള്ളതുപോലെ KSTP റോഡ് വഴിയുമാണ് സർവീസ് നടത്തുന്നത്. തളിപ്പറമ്പ് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ദേശീയപാതയിലൂടെ നേരെ വൺ വേ ആയി കണ്ണൂരിലേക്ക് പോകാമെന്നും നിശ്ചയിച്ചു. അങ്ങനെ കണ്ണൂർ തളിപ്പറമ്പ് ദേശീയപാതയിൽ വർഷങ്ങളായി അനുഭവിക്കുന്ന ഗതാഗത പ്രശ്നത്തിന് ഒടുവിൽ പരിഹാരമായി. ജഗന്നാഥിനൊപ്പം സൈന നിജിൽ, ന്യൂസ് വിങ്സ്, കണ്ണൂർ.